മനുഷ്യ ഇങ്ങോട്ട് നോക്കിക്കേ, എനിക്ക് എങ്ങനെയാലും ഈ ഇലക്ഷനിൽ നിന്ന് ജയിച്ച് നേതാവണം. എന്നിട്ട് വേണം എന്റെ കാറിന്റെ ഫ്രണ്ടിൽ മ്ലാ എന്ന് എഴുതി വെച്ച് എനിക്ക് ഈ യാത്ര ചെയ്യാൻ. നേതാവ് ഉദ്ദേശിച്ചത് MLA എന്നാണോ? നീ നേതാവോടി? എന്തുവാ എന്തുവാ നിങ്ങൾക്ക് അത്ര പുച്ഛ? എന്തുവാ നിങ്ങളും നിങ്ങളുടെ പാർട്ടിക്കാരും ഉണ്ടല്ലോ വെറും മണുകോണാഞ്ചന്മാരാ. അയ്യോ അങ്ങനെ പറഞ്ഞത്? എടി നമ്മുടെ പഞ്ചായത്തിൽ കല്യാണം കഴിയാത്ത 2 പെൺകുട്ടികൾക്ക് ഞാനാ ജീവിതം കൊടുത്തേ. നാട്ടുകാര് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് വേറെ ഭാര്യയും പിള്ളേരും. എടി അതല്ല, അവർക്ക് കല്യാണം നടത്തി കൊടുത്ത ഞാനെന്ന് ഉദ്ദേശിച്ചേ. അല്ലെങ്കിലും എനിക്ക് നിങ്ങൾ അത്ര വിശ്വാസമൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കുമ്പോൾ തുണിയെല്ലാം കൂടെ കെട്ടിപ്പറക്കിക്കൊണ്ട് പോവുക പദയാത്രയാന്നും പറഞ്ഞോണ്ട്. അതെ, പാർട്ടിയുടെ പദയാത്ര ഉണ്ടായിരുന്നു. അതെ, അത് നിങ്ങളുടെ കൂടെ വന്ന മറ്റ് അണിമാർക്ക്. നിങ്ങൾക്കത് വിനോദയാത്രയായിരുന്നു പാർട്ടിയിലുള്ള സിന്ധുവായിട്ട്. എടി വെറുതെ അവളെ കുറിച്ച് അനാവശ്യം പറയില്ലേ. അവക്ക് ഞാൻ ഉൾപ്പെടെ 2 ഭർത്താവും ഒരു കൊച്ചുള്ളതാ. അല്ല, ഞാൻ ഉൾപ്പെടുന്ന പഞ്ചായത്തില് അവക്ക് ഒരു ഭർത്താവും 2 പിള്ളേരുണ്ടെന്ന്. അല്ലേലും നിങ്ങളും നിങ്ങളുടെ പാർട്ടി ഉണ്ടായിപ്പാ. ആകെ 4, 3, 7 പേര് കാണും പുറകെ. എന്നിട്ട് പറയുന്നതോ ലക്ഷം ലക്ഷം പിന്നാലെ എന്ന്. പക്ഷെ എന്റെ പാർട്ടിക്കാരന്റെ അടുത്ത് എന്താ പറയുന്നറിയോ? എന്തുവാ? ലക്ഷണം കെട്ടവളുടെ പിന്നാലെ. നിങ്ങൾക്ക് അതിന് എന്റെ കുടുംബ പാരമ്പര്യം വല്ല അറിയാവോ? കുടുംബ പാരമ്പര്യം അത് പറയണം. റെയിൽവേ ട്രാക്കിന്റെ അടുത്താ കിടപ്പ്. ഇലക്ഷൻ കഴിയാൻ കാത്തിരിക്കും. എന്തിനാ ആ ഫ്ലെക്സ് എല്ലാം എടുത്തോണ്ടൊന്ന് കൂരേട്ടാൻ. എടി എന്നിട്ട് ബാനറും തറയിൽ പിടിച്ച് കൊതുകടി കൊള്ളാതിരിക്കാൻ പാർട്ടി കൊടിയും പോച്ചല്ലടി നീ കിടക്കുന്നത്. അതല്ലേ നിന്റെ കുടുംബ പാരമ്പര്യം? ഒരു അംബാനി ആശുപത്രി പാലും മുട്ടയും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഫാക്ടം ഫോഴ്സും കഴിച്ച് ആശുപത്രി സുഖവാസത്തിന് പോയവനല്ലേ മനുഷ്യ നിങ്ങള്. ഒരു കാര്യം ചെയ്യാം, നീ അംബാനി ഞാൻ അദാനി. ഓക്കെ? അയ്യോ അതാനിക്ക് നൊന്തോ? എന്തോ ഉളുക്കുണ്ടോ? തിരിച്ചു തല്ലാത്തോണ്ടാണോ? എന്ത് ഉളുപ്പുണ്ടോന്ന് ചോദിച്ചാ? ചേട്ടാ അവിടുന്ന് തല്ല് കിട്ടിയപ്പോ ചേട്ടൻ എന്നെ ഓർത്തായിരുന്നോ? നമ്മുടെ കല്യാണോ ഞാൻ ഓർത്ത്. അതെന്താ? അതാണല്ലോ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ അടി.